അജിഷയുടെ ടച്ചോടുകൂടി ഈ മത്സരം ആരംഭിക്കുകയാണ്. വലിയ വ്യത്യസ്തമായ രീതിയിലുള്ള പൊസിഷനിലും നൽകാൻ സാധിച്ചു. ആൻഡ് ദീപ്തി കൃഷ്ണ ആൻഡ് കൃഷ്ണപ്രിയ, ബ്യൂട്ടിഫുൾ ഗോൾ ഫ്രം കൃഷ്ണപ്രിയ ഫ്രം ലോർഡ്സ് ഓഫ് കൊച്ചി. മത്സരത്തിന്റെ 50ാമത്തെ മിനിറ്റിലാണ് കൃഷ്ണപ്രിയയ്ക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചത്. മനോഹരമായ ഒരു ഗോളാണ് കൃഷ്ണപ്രിയ നേടിയത്. നല്ല രീതിയിലുള്ളൊരു ആൻറ്റിസിപ്പേഷനാണ് അവിടെ കൃഷ്ണപ്രിയ നടത്തിയത്. നോക്കുക, ദീപ്തി കൃഷ്ണയ്ക്ക് പന്ത് നിയന്ത്രിച്ച് നിർത്താനാകാത്തതിൻ്റെ ഒരു കുറവിലാണ് അവിടെ പെനാൾട്ടി ആർക്കിന് പുറത്തു നിന്ന് നല്ലൊരു ഗോൾ കൃഷ്ണപ്രിയ കണ്ടെത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏത് നിമിഷവും ഗോൾ അടിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളുടെ നല്ല രീതിയിലുള്ള കോണ്ടാക്റ്റാണ്. നോക്കുക, ഗോൾ കീപ്പർക്ക് യാതൊരു ഷാലുമോളുടെ കാലുകളിലേക്കാണ്. മഞ്ജുമയുടെ ഒരു പാസ്സാണ് നേരെ സൗപർണിക, ഗോൾ നമ്പർ 2 ലോർഡ്സ് ഓഫ് കൊച്ചി. സൗപർണിക അടിക്കുന്നു രണ്ടാമത്തെ ഗോൾ മത്സരത്തിൻ്റെ 60ാമത്തെ മിനിറ്റിൽ. രണ്ടാമത്തെ ഹാഫിലാണ് 2 ഗോളുകളും കൺസീഡ് ചെയ്തത് എന്ന കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൃഷ്ണപ്രിയയും അതുപോലെ തന്നെ സൗപർണികയും ലോർഡ്സ് ഓഫ് കൊച്ചിയുടെ ഏറ്റവും പരിചയസമ്പത്തുള്ള 2 താരങ്ങളാണ് ഇന്നേ ദിവസം സ്കോർ ചെയ്തിരിക്കുന്നത്. നോക്കുക, പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തിരിക്കുന്നത്. 2 ഗോളുകളും പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് ആണെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല രീതിയിലുള്ള പരിചയസമ്പത്താണ് ഇത്തവണ സൗപർണിക കാണിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഓവർഹെഡ് ബോളായി മാറ്റിയിരിക്കുകയാണ്. 2 ഗോൾ. നല്ല രീതിയിലുള്ള ഇൻ്റർസെപ്ഷനാണ് ഷാലു അവിടെ നടത്തിയത് സാഹചര്യത്തിനനുസരിച്ച്. സൗപർണിക, ഒരു ആശയക്കുഴപ്പമാണ്. വീണ്ടും സൗപർണിക, ദീപ്തി കൃഷ്ണ, ഫൗൾ വിസിൽ വിളിക്കപ്പെടുകയാണ് അവിടെ. ഒരു കാർഡ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. മഞ്ഞ കാർഡ് പുറത്തെടുത്തിരിക്കുകയാണ്. ദീപ്തി കൃഷ്ണയ്ക്കാണ് അവർ ഫ്രീ കേക്ക്. കൃഷ്ണപ്രിയ തുടർച്ചയായ 2ാമത്തെ ഗോളാണ് കൃഷ്ണപ്രിയ നേടുന്നത്. ഇതോടുകൂടി 3 ഗോൾ ആയിരിക്കുന്നു ലോർഡ്സ് ഓഫ് കൊച്ചിക്ക്. മത്സരത്തിൻ്റെ 63ാമത്തെ മിനിറ്റിലാണ് കൃഷ്ണപ്രിയ ഗോൾ കണ്ടെത്തുന്നത്. തൻ്റെ 2ാമത്തെ ഗോൾ തകർപ്പൻ ഗോളാണ്. ഇതും പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്ത് നിന്നുകൊണ്ടും അതുപോലെ തന്നെ 2ാം പകുതിയിൽ കുറിക്കപ്പെടുന്ന ഗോളുമാണ്. കൃഷ്ണപ്രിയയുടെ ഒരു ബ്യൂട്ടിഫുൾ ഗോളാണ് കാണാൻ സാധിച്ചത്. നോക്കുക, ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക് നിറവൊഴിച്ചുകൊണ്ട് അപകടം സൃഷ്ടിച്ചിരിക്കുകയാണ്. യാതൊരു സംശയമില്ല, അവരുടെ മുഴുവൻ എഫർട്ടും താരങ്ങൾ നടത്തുന്നുണ്ട്. ഗോൾ മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ഒരു ആശങ്കയാണ് ഇവിടെ പറയാനുള്ളതും. അജിഷ വരെ പുറകിലോട്ട് ഇറങ്ങി വന്ന് കളിക്കുകയാണ്. നോക്കുക, ഗോൾ നേടാൻ സാധിക്കും. കൃഷ്ണപ്രിയയുടെ ലോങ് ബോളാണ് നേരെ ഗ്രീഷ്മയുടെ കൈകളിലേക്കാണ് ആ പന്ത് എത്തിച്ചേർന്നത്. കറക്റ്റായിട്ട് റീപ്ലേ നമുക്ക് കാണാം. നല്ല രീതിയിലുള്ളൊരു ഹൈ ബോളാണ് കൃഷ്ണപ്രിയ. അത് എവിടെയാണോ കീപ്പർ നിന്നത് ആ പൊസിഷനിൽ തന്നെയാണ് വിസിൽ വരാൻ സാധ്യതയുണ്ട്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളിന് ലോർഡ്സ് ഓഫ് കൊച്ചി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. അവരുടെ അവസാന ലീഗ് മത്സരത്തിൽ